നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ. കേരള ലളിതകലാ അക്കാദമിയുടെ വെങ്കല പൈതൃകം സംസ്ഥാന ശില്പകലാ ക്യാമ്പിന് കുഞ്ഞിമംഗലത്ത് തുടക്കമായി. ഉത്തര കേരളത്തിലെ ഏറ്റവും വലുതും ജൈവവൈവിധ്യപൂർണവുമായ കൗവായി കായലിന്റെ സംരക്ഷണത്തിനായി തയ്യാറാക്കിയ കരട് രേഖയും ജലരേഖയാകുന്നു. കൊച്ചി കോട്ടപ്പുറം ബോട്ട് ഗതാഗതം അന്ത്യശ്വാസം വലിക്കുന്നു. സർവീസ് നടത്തിയിരുന്ന 5ാമത്തെ ബോട്ടും കട്ടപ്പുറത്തായതോടെ ജലയാത്ര അനിശ്ചിതത്വത്തിൽ. പിലിക്കോടിന്റെ ചരിത്രവും വർത്തമാനവും പുസ്തകം പി. കരുണാകരൻ എം പി പ്രകാശനം ചെയ്തു. കൗവായി പാലം അപകടാവസ്ഥയിൽ. തകർന്നതും വീതി കുറഞ്ഞതുമായ പാലം പുനർനിർമ്മിക്കണമെന്ന് ആവശ്യം ശക്തമാകുന്നു. വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ. ജനങ്ങളെയും തൊഴിലാളികളെയും ഒരുപോലെ കബളിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നാരോപിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ 24 മണിക്കൂർ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. BMS ഒഴികെയുള്ള രാജ്യത്തെ 10ഓളം പ്രമുഖ ട്രേഡ് യൂണിയനുകളാണ് സംയുക്ത ട്രേഡ് യൂണിയനിലുള്ളത്. 2 ദശാബ്ദം മുമ്പ് ആഗോളീകരണ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങിയതു മുതൽ തൊഴിലാളികളുടെ നില അനുദിനം പരുങ്ങലിലായിക്കൊണ്ടിരിക്കുകയാണ്. 48 കോടിയിലധികം ജനങ്ങൾ ഇന്ത്യയിൽ കൂലിത്തൊഴിലാളികളാണ്. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ കൂലി നിരക്കുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പ്രചരിപ്പിച്ചാണ് മോഡി സർക്കാർ ഇപ്പോൾ വിദേശ വ്യവസായികളെ ആകർഷിക്കാൻ ശ്രമിക്കുന്നത്. ഇരുചക്രവാഹനങ്ങൾ പോലും നിരത്തിലിറങ്ങാതെ കേരളം നിശ്ചലമാകുന്ന രീതിയിൽ പണിമുടക്കിനോട് സഹകരിക്കണമെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കൾ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പാൽ, പത്രം, ആസ്പത്രി, വിവാഹം, മരണം, ആംബുലൻസ്, ഫയർഫോഴ്സ് എന്നിവയെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കേരള ലളിതകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വെങ്കല പൈതൃകം സംസ്ഥാന ശില്പകലാ ക്യാമ്പിന് കുഞ്ഞിമംഗലത്ത് തുടക്കമായി. ജില്ലാ കലക്ടർ പി. ബാലകിരൺ IAS ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം വെങ്കല പൈതൃക സംരക്ഷണ പഠന ഗവേഷണ കേന്ദ്രം ട്രസ്റ്റിന്റെയും വടക്കൻകോവിൽ ഭഗവതി ക്ഷേത്രത്തിന്റെയും സഹകരണത്തോടെയാണ് കുഞ്ഞിമംഗലം ഗ്രാമത്തിൽ ക്യാമ്പ് നടക്കുന്നത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ബാലകിരൺ IAS നിർവഹിച്ചു. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ വരുന്ന ഈ അക്കാഡമിയിലേക്ക് വരുന്ന എല്ലാവരും ഈ വലിയൊരു കല്ല് പോലെയാണ്. നിങ്ങൾ എല്ലാവരുടെ അകത്ത് ഒരു മഹനീയ ശില്പങ്ങളൊക്കെ അകത്തുണ്ട്. ആ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളൊക്കെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ താഴൊക്കെ എഴുതിക്കൊണ്ടുവരുന്നത്. അത് ഒരു വിധത്തിൽ സത്യം തന്നെയാണ്. ഞാൻ IPS ട്രെയിനിങ്ങിലേക്ക് പോകുമ്പോൾ അക്കാദമി ചെയർമാൻ പ്രൊഫസർ കാട്ടൂർ നാരായണൻപിള്ള ചടങ്ങിൽ അധ്യക്ഷനായി. ഉദ്ഘാടന ചടങ്ങിൽ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. ചന്ദ്രിക മുഖ്യപ്രഭാഷണം നടത്തി. DTPC സെക്രട്ടറി സജി വർഗീസ്, ലളിതകലാ അക്കാദമി അംഗം സുധീർ വെങ്ങര, വടക്കൻകോവിൽ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് P. ശ്രീധരൻ മാസ്റ്റർ, കുഞ്ഞിമംഗലം വെങ്കല പൈതൃക പഠന ഗവേഷണ കേന്ദ്രം ചെയർമാൻ രാമചന്ദ്രൻ കുഞ്ഞിമംഗലം, ക്ഷേത്രകലാ അക്കാദമി സെക്രട്ടറി PC രാമകൃഷ്ണൻ എന്നിവർ ചടങ്ങിന് ആശംസയർപ്പിച്ച് സംസാരിച്ചു. കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി വൈക്കം MK ഷിബു സ്വാഗതവും ക്യാമ്പ് കൺവീനറും ലളിതകലാ അക്കാദമി അംഗവുമായ ആർ ശശികല നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന യോഗത്തിന്റെ ഭാഗമായി കുഞ്ഞിമംഗലം ഗ്രാമത്തിലെ മുതിർന്ന ശില്പികളെ ആദരിച്ചു. 15ഓളം പ്രഗത്ഭ ശില്പികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. 10 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് സെപ്റ്റംബർ 10 സമാപിക്കും.
പയ്യന്നൂർ കടവരാന്തയിൽ നിന്ന് കണ്ടെത്തിയ സ്റ്റീൽ കണ്ടെയ്നർ ബോംബല്ലെന്ന് സ്ഥിരീകരിച്ചു. ചൊവ്വാഴ്ച രാവിലെയോടെയാണ് പെരുമ്പ KSRTC ഡിപ്പോയ്ക്ക് സമീപത്തെ കടവരാന്തയിൽ നിന്ന് സ്റ്റീൽ ബോംബെന്ന് സംശയിക്കുന്ന വസ്തു കണ്ടെടുത്തത്. പെരുമ്പ KSRTC ഡിപ്പോയ്ക്ക് സമീപത്തുള്ള വ്യാപാര സ്ഥാപനത്തിന്റെ മുന്നിൽ കാണപ്പെട്ട ചെറിയ സ്റ്റീൽ കണ്ടെയ്നർ ബോംബല്ലെന്ന് കണ്ണൂരിൽ നിന്നുമെത്തിയ ബോംബ് സ്ക്വാഡ് സ്ഥിരീകരിച്ചു. പെരുമ്പയിലെ KV അനിൽകുമാറിന്റെ ജയശ്രീ ട്രേഡേഴ്സിന് മുന്നിലാണ് ചൊവ്വാഴ്ച രാവിലെയോടെ സ്റ്റീൽ ബോംബെന്ന് തോന്നിക്കുന്ന കണ്ടെയ്നർ കണ്ടത്. പരിസരത്തെ കച്ചവടക്കാരും മറ്റും വിവരമറിയിച്ചതിനെ തുടർന്ന് പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തുകയും ബോംബ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ബോംബ് കണ്ടെത്തിയ വിവരമറിഞ്ഞ് ഏറെ നേരം ജനങ്ങൾ പരിഭ്രാന്തിയുടെ മുൾമുനയിലായി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം വൈകുന്നേരത്തോടെ ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി കണ്ടെയ്നർ പരിശോധിച്ച് ബോംബല്ലെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. മാസങ്ങൾക്ക് മുൻപ് വലിപ്പമുള്ള സ്റ്റീൽ ബോംബുകൾ പയ്യന്നൂരിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഉത്തര കേരളത്തിലെ ഏറ്റവും വലുതും ജൈവ വൈവിധ്യപൂർണവുമായ കൗവായി കായലിന്റെ സംരക്ഷണത്തിനായി തയ്യാറാക്കിയ കരട് രേഖയും ജലരേഖയായി. കഴിഞ്ഞ വർഷം ആഗസ്റ്റ് 30 പ്രകാശനം ചെയ്ത കരട് രേഖയാണ് ഒരു വർഷത്തിന് ശേഷവും ചുവപ്പുനാടയിൽ വിശ്രമിക്കുന്നത്. കായലിന്റെ സമഗ്ര പരിപാലനത്തിനും സംരക്ഷണത്തിനും വേണ്ടിയാണ് ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രവും സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലും സംയുക്തമായി പദ്ധതി തയ്യാറാക്കിയത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായലിന്റെ സംരക്ഷണത്തിനുള്ള കരടുരേഖ പയ്യന്നൂരിൽ നടന്ന സെമിനാറിൽ ശ്രീകൃഷ്ണൻ MLA ആണ് പ്രകാശനം ചെയ്തത്. ഇതിനുശേഷവും ഒരു വർഷമായിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് വിവരം. 30 കിലോമീറ്റർ ദൈർഘ്യമുള്ള കൗവായി കായലിന് സംസ്ഥാനത്തിലെ കായലുകളിൽ വലിപ്പത്തിൽ 3ാം സ്ഥാനവുമുണ്ട്. പദ്ധതികൾക്ക് പെറ്റീഷൻ കൊടുത്തിട്ട് തന്നെ ഏകദേശം ഒരു വർഷത്തോളമായി. ഇന്ന് വരെയായിട്ട് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. പിന്നീട് ഇപ്പോൾ നമ്മുടെ നഗരസഭ ഈ വെയിറ്റിംഗ് ഷെഡിനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അത് സ്വാഗതാർഹമായിട്ട് നമുക്ക് തോന്നുന്നു. വിപുലീകരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഉപകാരപ്പെടും. ഇതിപ്പോൾ ഇവിടുത്തെ കുറച്ച് യുവാക്കളുടെ പരിശ്രമപരമായിട്ട് ഉണ്ടായതാണ് ഇവിടുത്തെ പാർക്ക് എന്ന് പറയുന്നത്. ഇരു ജില്ലകളിലെ ജലസമ്പന്നതയുടെ കേന്ദ്രമായ കായൽ രാംസർ സൈറ്റിനായി പ്രഖ്യാപിക്കേണ്ടതിന്റെ പ്രാധാന്യം മുമ്പ് നെറ്റ്വർക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് DRDVM-ഉം ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലും രംഗത്തെത്തിയത്. ഇതും ആരംഭ ശൂരത്വത്തിലേക്ക് ഒതുങ്ങുകയായിരുന്നു. നീലേശ്വരം, രാമപുരം, പെരുമ്പ തുടങ്ങിയ പുഴകളാണ് കൗവായി കായലിൽ സംഗമിക്കുന്നത്. കൂടാതെ കുപ്പം പുഴയെ സുൽത്താൻ തോട് വഴി കായലുമായി ബന്ധിപ്പിച്ചിട്ടുമുണ്ട്. കായലിനെ ജലസമൃദ്ധമാക്കുന്ന പുഴകൾ, വേലിയേറ്റ വേലിയിറക്ക പ്രത്യേകതകൾ, ദേശാടന പക്ഷികൾ ഉൾപ്പെടെയുള്ള പക്ഷികളുടെ സാന്നിധ്യം ഇവയൊക്കെ പഠിച്ച ശേഷമാണ് കരട് രേഖ തയ്യാറാക്കിയാണ് പ്രകാശനം നടത്തിയത്. 2.90 കോടി രൂപയാണ് പദ്ധതിക്കായി നീക്കിവെച്ചിരിക്കുന്നത്. പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ കണ്ടെത്തി സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ, കായലിന്റെയും 3 ദ്വീപുകളുടെയും തീരസംരക്ഷണം തുടങ്ങിയവയും നിർദ്ദേശത്തിലുണ്ടായിരുന്നു. ഇത്രയും പ്രാധാന്യമുള്ള കൗവായി കായലിനെ അധികൃതർ അവഗണനയോടെ തന്നെയാണ് കാണുന്നതെന്ന് വ്യക്തമാവുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പിലിക്കോടിന്റെ ചരിത്രവും വർത്തമാനവും പുസ്തകം പുറത്തിറങ്ങി. P. കരുണാകരൻ MP പ്രകാശനം ചെയ്തു. പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന C. കൃഷ്ണൻ നായരുടെ മകനും സാംസ്കാരിക പ്രവർത്തകനുമായ N. രവീന്ദ്രൻ രചിച്ച പിലിക്കോടിന്റെ ചരിത്രവും വർത്തമാനവും പുസ്തകം പ്രകാശനം ചെയ്തു. പിലിക്കോട് ഗ്രാമത്തിന്റെ നാളിതുവരെയുള്ള ചരിത്രവും നിലവിലെ ജീവിതവുമാണ് പുസ്തകത്തിന്റെ പ്രമേയം. P. കരുണാകരൻ MP CV അപ്പുക്കുട്ടന് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു. പിലിക്കോടിന്റെ ചരിത്രം എന്ന് പറയുമ്പോൾ പിലിക്കോടിന്റെ ജനങ്ങളുടെ ചരിത്രമാണ്. നിങ്ങളുടെ പിന്മുറക്കാർ നടത്തിയ പോരാട്ടങ്ങളുടെ, സമരങ്ങളുടെ ഒക്കെ ചരിത്രമായിട്ട് തന്നെയാണ് പിലിക്കോടിന്റെ ചരിത്രത്തെ കാണാൻ കഴിയും. ഇവിടെ ഗോവിന്ദൻ സൂചിപ്പിച്ചതുപോലെ ചരിത്രം എന്ന് പറയുമ്പോൾ പലതും എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടാവില്ല. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴുള്ള കാര്യങ്ങൾ പോലും നമുക്ക് കുറെ കഴിഞ്ഞ സമയത്തായിരിക്കും ഓർക്കാൻ വേണ്ടി കഴിയാനും എഴുതാൻ വേണ്ടി കഴിയും. അപ്പോൾ പലതും മറന്നു പോയിട്ടുണ്ടാവും. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV ഗോവിന്ദൻ അധ്യക്ഷനായി. P. രാഘവൻ, E. കുഞ്ഞിരാമൻ, രവീന്ദ്രൻ മാണിയാട്ട്, PV ഗോവിന്ദൻ, TV കൃഷ്ണൻ, PP അടിയോടി, C. വിജയൻ എന്നിവർ സംസാരിച്ചു. N. രവീന്ദ്രൻ മറുപടി പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കൊച്ചി കോട്ടപ്പുറം ബോട്ട് ഗതാഗതം അന്ത്യശ്വാസം വലിക്കുന്നു. സർവീസ് നടത്തിയിരുന്ന 5ാമത്തെ ബോട്ടും കട്ടപ്പുറത്തായതോടെ ജലയാത്ര അനിശ്ചിതത്വത്തിലായി. 3 പതിറ്റാണ്ട് കാലമായി തീരദേശത്തുകാരുടെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമായിരുന്ന കൊച്ചി കോട്ടപ്പുറം ജലപാതയിലെ ബോട്ടുകൾ ഒന്നൊന്നായി കട്ടപ്പുറത്തായതോടെ സവാരി നിർത്തുന്നിടത്തേക്കായി കാര്യങ്ങൾ. ഫോർട്ട് കൊച്ചി ബോട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ യാത്രാ ബോട്ടുകൾക്ക് പുതിയ സുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചതോടെ കട്ടപ്പുറത്തായ ബോട്ടുകൾ നീറ്റിലിറക്കാനുള്ള സാധ്യത കുറഞ്ഞു. കൊച്ചി കോട്ടപ്പുറം ജലപാതയിൽ ഓടിയിരുന്നത് കോട്ടയം, എറണാകുളം കായലുകളിൽ ഓടി പഴകിയ ബോട്ടുകളാണ്. ഇവയാണ് തൃക്കരിപ്പൂർ IT ജലഗതാഗത വകുപ്പ് ഓഫീസ് പരിസരത്തായി കയറ്റിവച്ചിരിക്കുന്നത്. പുതിയ ക്രമീകരണങ്ങളും തീരുമാനങ്ങളും നടപ്പിലാക്കുകയാണെങ്കിൽ ഈ ബോട്ടുകൾക്ക് സുരക്ഷാ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കില്ല. ഇവിടെ ഒരു സ്റ്റീൽ ബോട്ട് മാത്രമേ ഉള്ളൂ.
ഇത് മൺതിട്ടയിൽ തട്ടി എന്നും പണിമുടക്കിലാണ്. ബോട്ടുകൾക്ക് അറ്റകുറ്റപ്പണി നടത്തുവാൻ കയറ്റിറക്കുന്നതിനായി പണിത സ്ലിപ്പ് വേ പ്രാവർത്തികമായിട്ടില്ല. സ്ലിപ്പ് വേക്ക് സമീപത്തായി അറ്റകുറ്റപ്പണി നടത്താതെ നിർത്തിയിട്ടതോടെ ജലയാത്ര അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയോടുള്ള അവഗണനയിലും ഡോക്ടർമാരുടെ അന്യായമായ സ്ഥലമാറ്റത്തിലും പ്രതിഷേധിച്ച് തങ്കയം ശാഖ മുസ്ലിം യൂത്ത് ലീഗ് താലൂക്ക് ആശുപത്രിയിൽ ധർണ സംഘടിപ്പിച്ചു. AG നൂറുൽ അമീൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയോടുള്ള അധികൃതരുടെ അവഗണനയിലും ജീവനക്കാരുടെയും ഡോക്ടർമാരുടെയും അന്യായമായ സ്ഥലമാറ്റത്തിലും പ്രതിഷേധിച്ചാണ് മുസ്ലിം യൂത്ത് ലീഗ് തങ്കയം ശാഖാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രി പരിസരത്ത് ധർണ സംഘടിപ്പിച്ചത്. AG നൂറുൽ അമീൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ പാവപ്പെട്ടവർക്കും നിർദ്ധർക്കും നിരാലംബർക്കും വളരെ ആശ്രയവും അവരുടെ ആശയവുമായ ശാഖ മുസ്ലിം ലീഗ് പ്രസിഡന്റ് VP അസൈനർ ഹാജി അധ്യക്ഷനായി. ഷംഷാദ് AG, മാനിൻ C, ജാബിർ തങ്കയം, ഷംസീർ, അക്ബർ, സമീർ, നഫൽ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പ്രശസ്ത കന്നഡ സാഹിത്യകാരനും ഹംപി സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ MM കൽബുർഗിയെ വെടിവെച്ചു കൊന്നതിൽ പ്രതിഷേധിച്ച് പയ്യന്നൂർ SFI പയ്യന്നൂർ കോളേജ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചു. SFI കേന്ദ്ര കമ്മിറ്റി അംഗം M ഷാജർ ഉദ്ഘാടനം ചെയ്തു. ക്രിസ്ത്യാനികൾ മൂന്നാമത്തെ ശത്രു, കമ്മ്യൂണിസ്റ്റുകാർ 1936 വിചാരധാരയിൽ RSS ശത്രുവിനെ പ്രഖ്യാപിച്ചു. നിങ്ങൾ നോക്കണം. ക്യാൻവാസിൽ കയ്യടയാളം പതിപ്പിച്ചുകൊണ്ടാണ് SFI കേന്ദ്ര കമ്മിറ്റി അംഗം M ഷാജർ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. നിതിൻ TV, SFI ജില്ലാ വൈസ് പ്രസിഡന്റ് CV രഹ്നേജ്, AKPCTA സംസ്ഥാന സെക്രട്ടറി A നിശാന്ത്, ഏരിയ സെക്രട്ടറി മനുരാജ്, ഏരിയ പ്രസിഡന്റ് ബബിൻ, ജിതിൻ MV തുടങ്ങിയവർ സംസാരിച്ചു. ശരത് K ശശി അധ്യക്ഷനായി. ചൂരൽ ഗവൺമെന്റ് LP സ്കൂളിൽ കുട്ടികളുടെ ആകാശവാണിക്ക് തുടക്കമായി. ആകാശവാണി പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഓഫീസർ V ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ചൂരൽ ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികളുടെ ആകാശവാണി മലർവാടി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ആകാശവാണിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. ഗവൺമെന്റ് LP സ്കൂൾ ചൂരൽ കുട്ടികളുടെ ആകാശവാണിയായ മലർവാടിയിലേക്ക് സ്വാഗതം. ചൂരൽ ഗവൺമെന്റ് LP സ്കൂളിൽ പുതുതായി ആരംഭിച്ച കുട്ടികളുടെ ആകാശവാണി മലർവാടിയുടെ ഉദ്ഘാടനം ആകാശവാണി പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ശ്രീ V ചന്ദ്രബാബു അവർ നിർവഹിച്ചു. 2015 സെപ്റ്റംബർ 1 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂൾ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട കാങ്കോല ആലപ്പടമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ P രവീന്ദ്രൻ ആവർഗൾ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സ്കൂളിൽ പുതുതായി ലഭിച്ച വാട്ടർ പ്യൂരിഫയർ, റോസ്ട്രം, എൻഡോമെന്റ് തുക എന്നിവയുടെ ഏറ്റുവാങ്ങലും നടന്നു. വാട്ടർ പ്യൂരിഫയർ SMC ചെയർമാൻ P പ്രകാശനും എൻഡോമെന്റ് തുക പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VM രാജീവനും ഏറ്റുവാങ്ങി. കാങ്കോലാലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി. പ്രധാനാധ്യാപിക ശാന്തി S, പയ്യന്നൂർ ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ മുരളീകൃഷ്ണൻ AM, SSG അംഗം രാജൻ NK, എരമം നോർത്ത് LP സ്കൂൾ റിട്ടയർഡ് പ്രധാനാധ്യാപകൻ രവീന്ദ്രൻ EA എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. NV വിനോദിന്റെ 7ാം ചരമവാർഷികം കടന്നപ്പള്ളിയിൽ നടന്നു. DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് P സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. DYFI നേതാവും CPIM കടന്നപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന NV വിനോദിന്റെ 7ാം ചരമവാർഷിക ദിനം DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് P സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. വിനോദന്റെ ഓർമ്മകൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്നും ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരും പൊതുപ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും എല്ലാം പ്രവർത്തിക്കുന്നത് ആ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ്. കടന്നപ്പള്ളി സ്കൂളിൽ SSLC ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിന്റെ ഭാഗമായി അനുമോദിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം PP ദാമോദരൻ ഉപഹാരം നൽകി. TV ചന്ദ്രൻ അധ്യക്ഷനായി. KV സന്തോഷ്, YV സുഭാഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കവ്വായി പാലം അപകടാവസ്ഥയിൽ. അടിഭാഗത്തെ കോൺക്രീറ്റ് ഇളകി കമ്പികൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. ഏതു നിമിഷവും അപകടം സംഭവിക്കാവുന്ന നിലയിലാണ് ഇന്നത്തെ സ്ഥിതി. തകർന്നതും വീതി കുറഞ്ഞതുമായ പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. നിത്യേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്നതാണ് കവ്വായി പാലം. കവ്വായി പ്രദേശത്തെ ജനങ്ങളുടെ പ്രധാന ആശ്രയമായ ഈ പാലം കടന്നു വേണം മറ്റ് സ്ഥലങ്ങളിലെത്താൻ. 45 വർഷത്തോളം പഴക്കമുള്ള പാലത്തിന്റെ ഇന്നത്തെ അവസ്ഥ ഏറെ ശോചനീയമാണ്. അടിഭാഗത്തെ പ്രധാന തൂണുകളുടെയും സ്ലാബുകളുടെയും കോൺക്രീറ്റുകൾ പല ഭാഗത്തും അടർന്നിരിക്കുകയാണ്. കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന നിലയിലുമാണ്.
പാലത്തിന് വീതി കുറഞ്ഞതിനാൽ 2 വാഹനങ്ങൾ ഒന്നിച്ച് പാലത്തിൽ കയറിയാൽ ഗതാഗതക്കുരുക്കും ഉണ്ടാകുന്നു. PWD പാലം വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പാലത്തിന്റെ അവസ്ഥ അപകടകരമാണെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് പാലത്തിന്റെ പാർശ്വഭിത്തി അറ്റകുറ്റപ്പണികൾ നടത്തിയതല്ലാതെ മറ്റു പ്രവൃത്തിയൊന്നും പാലവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ അത് തുരുമ്പെടുത്ത പഴയ കമ്പികളും എല്ലാം കാലപ്പഴക്കം കൊണ്ട് ഇത് അത്രത്തോളം ദയനീയ സ്ഥിതി തന്നെയാണ്. ഇതിലൊരു മാറ്റം എന്തായാലും പെട്ടെന്ന് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാണ് ഒരു നാട്ടുകാരനെന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. അറ്റകുറ്റപ്പണിക്ക് PWD അനുവദിക്കാവുന്ന പരമാവധി തുക 15 ലക്ഷമാണ്. ഇതൊന്നും അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാൻ കഴിയില്ല. സർക്കാർ ഇടപെട്ടാൽ മാത്രമേ കൗവായി പാലത്തിന്റെ പ്രശ്നത്തിന് പരിഹാരമാവുകയുള്ളൂവെന്ന് നാട്ടുകാർ പറയുന്നു. ചെറുകുന്ന് പുന്നച്ചേരി KSTP റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി കലുങ്ക് നിർമ്മാണം വൈകുന്നു. വാഹനാപകടങ്ങളും ഗതാഗതക്കുരുക്കും പതിവായി. പ്രതിഷേധം ശക്തമാവുന്നു. KSTP റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മാസങ്ങൾക്ക് മുൻപ് ആരംഭിച്ച കലുങ്ക് നിർമ്മാണ പ്രവൃത്തിയാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. നിർമ്മാണ പ്രവൃത്തി ഏറെക്കുറെ പൂർത്തിയായെങ്കിലും ഇപ്പോൾ യാതൊരു അനക്കവുമില്ല. ഇടുങ്ങിയ പ്രദേശത്തു കൂടിയാണ് ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നുപോകുന്നത്. ഒരേ സമയം 2 വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കാത്തതിനാൽ മിക്കപ്പോഴും ഗതാഗതക്കുരുക്കം രൂക്ഷമാകുന്നു. അപകടത്തിന് ഒരുപാട് ബുദ്ധിമുട്ടില്ല ജനങ്ങൾക്ക് ഇതിലേക്ക് കൂടെ യാത്ര പോകുന്നത്. പെട്ടെന്ന് തീർക്കാനുള്ള നടപടി പെട്ടെന്ന് നടക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്നലെ തന്നെ ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നു. രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. അപകടങ്ങൾ പതിവായിട്ടും KSTP അധികൃതർക്ക് യാതൊരു കുലുക്കവുമില്ല. കലുങ്കു നിർമ്മാണത്തിനായി റോഡിൽ കുഴിയെടുത്തതിനാൽ പൊടിശല്യം രൂക്ഷമാകുന്നു. അടിയന്തരമായി നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കി ജനങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. CPIM ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ചെറുവത്തൂരിൽ നിർമ്മിച്ച AKG ഭവൻ സെപ്റ്റംബർ 3 വ്യാഴാഴ്ച പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നിർവഹിക്കും. CPIM ചെറുവത്തൂർ ഏരിയ കമ്മിറ്റിക്ക് ചെറുവത്തൂരിൽ പുതുതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടത്തിന് AKG ഭവൻ എന്ന് നാമകരണം ചെയ്തു. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 3 വൈകുന്നേരം 6 മണിക്ക് CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നിർവഹിക്കും. ഉദ്ഘാടന യോഗത്തിന് മുന്നോടിയായി വൈകിട്ട് 5 മണിയോടെ ചെറുവത്തൂർ റെയിൽവേ മേൽപ്പാല പരിസരത്തു നിന്നും റെഡ് വോളണ്ടിയർമാരുടെ റൂട്ട് മാർച്ച് നടക്കും. തുടർന്ന് 5:30 ഹൈവേ വളവിൽ നിന്നും കേരളീയ വേഷം ധരിച്ച വനിതകളുടെയും ബാൻഡ് മേളങ്ങളുടെയും അകമ്പടിയോടെ ഉദ്ഘാടകനെ വേദിയിലേക്ക് ആനയിക്കും. തുടർന്ന് നടക്കുന്ന ഉദ്ഘാടന യോഗത്തിൽ K. കുഞ്ഞിരാമൻ MLA അധ്യക്ഷനാകും. EMS സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം P. കരുണാകരൻ MPയും EMS സ്മാരക ലൈബ്രറിയുടെ ഉദ്ഘാടനം CPIM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രനും ഫോട്ടോ അനാച്ഛാദനം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MV ബാലകൃഷ്ണൻ മാസ്റ്റർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ P. ജനാർദ്ദനൻ, M. രാജഗോപാലൻ എന്നിവർ നിർവഹിക്കും. ഉദ്ഘാടന യോഗത്തിൽ രക്തസാക്ഷി കുടുംബങ്ങൾ, 1964 മുൻപ് പാർട്ടി മെമ്പർഷിപ്പുള്ള ആദ്യകാല സഖാക്കൾ എന്നിവർ പ്രത്യേക ക്ഷണിതാക്കളായെത്തും. നിരവധി പ്രമുഖർ ഉദ്ഘാടന യോഗത്തിൽ സംബന്ധിക്കുമെന്ന് P. ജനാർദ്ദനൻ, KP വത്സലൻ, M. അമ്പൂഞ്ഞി, പുനമ്പത്ത് ഗോവിന്ദൻ, K. കണ്ണൻ, മാധവൻ മണിയറ, K. ബാലകൃഷ്ണൻ, M. ശാന്ത, V. ചന്ദ്രൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. തൃക്കരിപ്പൂർ ടൗൺ JCSന്റെയും തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയ പച്ചക്കറി വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ടൗൺ JCSന്റെയും തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇക്കോ ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ജൈവ പച്ചക്കറി കൃഷി സംഘടിപ്പിച്ചത്. വിളവെടുപ്പ് ഉദ്ഘാടനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ നിർവഹിച്ചു. അഗ്രോ ബാഗിൽ വെണ്ട, വഴുതിന, പച്ചമുളക് എന്നിവയാണ് കൃഷി ചെയ്തത്. തൃക്കരിപ്പൂർ ടൗൺ JCSും സ്കൂളുമായി ചേർന്ന് 1 വർഷം നീണ്ടു നിൽക്കുന്ന ഹരിതം പദ്ധതിയുടെ ഭാഗമായി നൽകിയ 100ഓളം ഗ്രോ ബാഗുകളിലാണ് കൃഷി നടപ്പാക്കിയത്. ചടങ്ങിൽ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് MTP കരീം അധ്യക്ഷനായി. K. ശശി മുഖ്യപ്രഭാഷണം നടത്തി. JCS പ്രസിഡന്റ് VM രഞ്ജിത്ത്, പ്രജിത്ത് എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ ഗംഗാധരൻ മാസ്റ്റർ സ്വാഗതവും ഇക്കോ ക്ലബ്ബ് ചെയർമാൻ നിതിൻ കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. അധ്യാപകരായ മധുസൂദനൻ, നന്ദൻ, സുബൈദ, പത്മനാഭൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് SC വിദ്യാർത്ഥികൾക്കുള്ള ഫർണിച്ചർ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് P. രവീന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ഉഷ ചടങ്ങിൽ അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. രാധ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കോട്ടമ്പത്ത് നാരായണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൂലശ്ശേരി നാരായണൻ, പഞ്ചായത്ത് സെക്രട്ടറി KV പ്രകാശൻ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി MS മരിയ ഗുരോത്തി സ്വാഗതവും പട്ടികജാതി പട്ടികവർഗം വകുപ്പ് വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ K. ലക്ഷ്മണൻ നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഇൻഷുറൻസ് വാരാഘോഷത്തിന് LIC പയ്യന്നൂർ ബ്രാഞ്ചിൽ തുടക്കമായി. പയ്യന്നൂർ IOB മാനേജർ സുജിൽ ഉദ്ഘാടനം ചെയ്തു.
LICയുടെ 59ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടുള്ള ഇൻഷുറൻസ് വാരാഘോഷത്തിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ IOB മാനേജർ സുജിൽ നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു. ചടങ്ങിൽ ബ്രാഞ്ച് മാനേജർ ആദർശ് അധ്യക്ഷത വഹിച്ചു. ഏജന്റുമാർ, പോളിസി ഉടമകൾ, സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ സജീവ പങ്കാളിത്തം വഹിച്ചു. മധുരപലഹാര വിതരണവും നടന്നു. ചെറുകുന്ന് പാടിയിൽ നാട്ടരങ്ങിന്റെ ഓണോത്സവം സമാപിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ വിവിധങ്ങളായ കലാകായിക മത്സരങ്ങൾ അരങ്ങേറി. കലാവിരുന്നിലെ വ്യത്യസ്തത കൊണ്ടും പങ്കാളിത്തം കൊണ്ടും നാട്ടരങ്ങിന്റെ ഓണോത്സവം ഏറെ വ്യത്യസ്തത പുലർത്തി. തിരുവാതിരകളി, സംഘനൃത്തം, നാടോടി നൃത്തം, സിനിമാറ്റിക് ഡാൻസ് തുടങ്ങിയ വ്യത്യസ്തമായ കലാപരിപാടികൾ ഏറെ ശ്രദ്ധേയമായി. ബാലൻപാടിയിൽ P. കൃഷ്ണൻ, CH പ്രമോദ്, A. ദിനേശൻ, B. നെപ്പോളിയൻ, മുഹമ്മദ് അലി പാടിയിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. പരിപാടിയുടെ സമാപനം കുറിച്ച് കോഴിക്കോട് നീലാംബരിയുടെ ഗാനമേളയും നടന്നു. പയ്യന്നൂർ ബിഗ് മാർട്ട് ഹൈപ്പർ സൂപ്പർ മാർക്കറ്റ് ഓണം ലക്കി ഡ്രോ നറുക്കെടുപ്പ് ബിഗ് മാർട്ടിൽ നടന്നു. പയ്യന്നൂർ ബിഗ് മാർട്ട് ഹൈപ്പർ സൂപ്പർ മാർക്കറ്റിന്റെ ഓണം ലക്കി ഡ്രോ പയ്യന്നൂർ SI A. ദിനേശൻ നറുക്കെടുത്തു. മാനേജിംഗ് പാർട്ണർ മുഹമ്മദ് അലി VP, AC ഷിഹാബ്, യാസിം, അലി, രാജൻ TK തുടങ്ങിയവർ സംസാരിച്ചു. 1ാം സമ്മാനം ഗോൾഡ് കോയിൻ നസീമ വെള്ളൂരിനും 2ാം സമ്മാനം KV ശശീന്ദ്രനും ലഭിച്ചു. മാറ്റൊലി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് 1 മാസം നീട്ടിവെക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള സർക്കാർ ഹൈക്കോടതിയിൽ. നെറ്റ്വർക്ക് പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടും എല്ലാവരും, എന്നാലും ഈ നാട് നന്നാവും. അല്ലാണ്ട് വേറൊരു കാര്യവും ഇവിടെ നടക്കൂല. ഇലക്ഷൻ നീട്ടണ്ട, ഇലക്ഷൻ കൃത്യസമയത്ത് നടത്തണം. പക്ഷേ എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് ഞാൻ പറയുന്നു. കാരണം ജനങ്ങളെങ്ങനെ ബുദ്ധിമുട്ടിട്ടേ ഭരണം ഒന്ന് മാറണം പെട്ടെന്ന്. വേണം, എന്നാലേ നാട് നന്നാവുള്ളൂ. അല്ലെങ്കിൽ ഈ ഭരണം പോവാണ്ട് ശരിയാവില്ല. ഭരണം പോയാലേ സാധനത്തിനെല്ലാം എപ്പോൾ വേണമെന്നുള്ളതിന് അഭിപ്രായമില്ല. അത് വൈകിട്ടായാലും കുറച്ച് നേരത്തെ ആയാലും പറ്റും. പക്ഷേ ജനപ്രതിനിധികൾ, വരാൻ പോകുന്ന ജനപ്രതിനിധികൾ ആരായാലും അവർ അഴിമതി വിമുക്തന്മാരായിരിക്കണം. നിലവിലുള്ള നമ്മുടെ ഭരണഘടനാനുസൃതമായി ഒരു പുതിയ ഭരണസമിതി കഴിഞ്ഞ കാലത്തിൽ അധികാരമേറ്റതുപോലെ ഏറ്റെടുക്കേണ്ട ഒരു സാവകാശം കിട്ടാത്ത സാഹചര്യത്തിലാണ് ഗവൺമെൻറ് ഈ ഒരു തൊട്ട് അപ്പുറത്തേക്കുള്ള ഒരു കാലാവധിയിലേക്ക് നീട്ടുന്നതിന് വേണ്ടിയിട്ട് കോടതിയെ സമീപിച്ചത്. അത് തികച്ചും എല്ലാ ജനങ്ങൾക്കും അതുപോലെ തന്നെ പുതിയ രൂപീകരണവുമായി ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റി അടക്കമുള്ള പ്രദേശത്തിലുള്ള ആളുകൾക്കടക്കം ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഗവൺമെൻറ് നീക്കം. 1 മാസം കഴിഞ്ഞാലെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കുമെന്നതിന് കാര്യത്തിൽ പോലും ഒരുറപ്പില്ലാത്ത നിലയാണ്. അതുകൊണ്ട് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടേണ്ടുന്ന സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പാകെ അട്ടിമറിക്കാൻ മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന UDFൻ്റെ ഈ നിലപാടിനെതിരെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും രംഗത്ത് വരണം എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഈ ഗവൺമെൻറ് അധികാരത്തിന് ശേഷം താഴെത്തട്ട ജനപ്രതിനിധികളെ MLA പോലും നോക്കൂത്തുകളാക്കി മാറ്റിക്കൊണ്ട് ജനസമ്പർക്ക പരിപാടി എന്നതിൽ തട്ടിപ്പ് നടത്തിക്കൊണ്ട് ജനങ്ങളെ എങ്ങനെ കയ്യിലെടുക്കാമെന്നുള്ള പുതിയ ചില തീസിസ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അതുതന്നെയാണ് ഈ തദ്ദേശ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ പിന്നിലുമുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാറ്റിവെക്കാനുള്ള സർക്കാരിൻ്റെ തീരുമാനം രാഷ്ട്രീയ അരാജകത്വം സൃഷ്ടിക്കുന്നത് കേരളത്തിൽ പതിവാകും. അതുകൊണ്ട് ഉടനടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭരണസമിതി അധികാരത്തിൽ വരണം എന്നുള്ളതാണ് ഒരു പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആൾ എന്നതിൽ എൻ്റെ അഭിപ്രായം. ഇത് ഗവൺമെൻറ് തെറ്റായ ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ ഈ തെറ്റായ നടപടിയെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ഫലപ്രദമായി നടപ്പിലാക്കുമെന്നതിനെ സംബന്ധിച്ചൊക്കെ ജനങ്ങൾക്കാകെ ആശങ്കയുണ്ട്. ഈ ഗവൺമെൻറ്റിൻ്റെ ഈ നയത്തിൽ ജനങ്ങളാകെ പ്രതിഷേധിക്കേണ്ടതാണ്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ. കേരള ലളിതകലാ അക്കാദമിയുടെ വെങ്കല പൈതൃകം സംസ്ഥാന ശില്പകലാ ക്യാമ്പിന് കുഞ്ഞിമംഗലത്ത് തുടക്കമായി. ഉത്തര കേരളത്തിലെ ഏറ്റവും വലുതും ജൈവ വൈവിധ്യപൂർണവുമായ കൗവായി കായലിന്റെ സംരക്ഷണത്തിനായി തയ്യാറാക്കിയ കരട് രേഖയും ജലരേഖയാകുന്നു.
കൊച്ചി കോട്ടപ്പുറം ബോട്ട് ഗതാഗതം അന്ത്യശ്വാസം വലിക്കുന്നു. സർവീസ് നടത്തിയിരുന്ന 5ാമത്തെ ബോട്ടും കട്ടപ്പുറത്തായതോടെ ജലയാത്ര അനിശ്ചിതത്വത്തിൽ. പിലിക്കോടിന്റെ ചരിത്രവും വർത്തമാനവും പുസ്തകം പി. കരുണാകരൻ MP പ്രകാശനം ചെയ്തു. കൗവായി പാലം അപകടാവസ്ഥയിൽ. തകർന്നതും വീതി കുറഞ്ഞതുമായ പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.